Hi everyone, welcome back. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെലീനിയം വെബ് ഡ്രൈവർ ബേസിലെ ഫസ്റ്റ് കമാൻഡ് ആണ് ഇംപ്ലിസിറ്റ് വെയിറ്റ്. അപ്പൊ എന്തിനാണ് നമ്മൾ വെയിറ്റ് കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്? അതിൽ ഇംപ്ലിസിറ്റ് വെയിറ്റ് എങ്ങനെ നമ്മുടെ കോഡിലേക്ക് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, അതിന് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെലീനിയം വെബ് ഡ്രൈവർ 4ലേക്ക് വന്നപ്പോൾ വെയിറ്റ് കമാൻഡ്സിന് എന്ത് ചേഞ്ചസ് ആണ് ഉണ്ടായത്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തിനാണ് നമ്മൾ വെയിറ്റ് കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു പേജ് നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലെ എല്ലാ എലമെന്റ്സും അറ്റ് എ ടൈം ലോഡ് ആയിട്ടുണ്ടാവില്ല. ചെറിയൊരു ഡിലേ ഉള്ള എലമെന്റ്സും അതിലുണ്ടാവും. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഡിലേ ഉള്ള എലമെന്റ്സിലേക്കാണ് ഞാൻ ഒരു ആക്ഷൻ പെർഫോം ചെയ്യാൻ നോക്കുന്നതല്ലേ, അല്ലെങ്കിൽ അതിലേക്കാണ് ഇന്ററാക്ട് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ എനിക്ക് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സെപ്ഷൻ ആയിരിക്കും അവിടെ നമുക്ക് കിട്ടുന്നത്. ഒന്നെങ്കിൽ നോ സച്ച് എലമെന്റ് എക്സെപ്ഷൻ, അല്ലെങ്കിൽ എലമെന്റ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ. അവിടെ വെച്ച് എല്ലാം സ്റ്റോപ്പ് ആവും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. വെയിറ്റ് കമാൻഡ്സ് നമുക്ക് കുറച്ചൊരു ഡിലേ തരും, എലമെന്റ് വരുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു ആക്ഷൻ പെർഫോം ചെയ്ത് എന്റെ എക്സിക്യൂഷൻ എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ സെലീനിയത്തിൽ മെയിൻ ആയിട്ട് 3 വെയിറ്റ് കമാൻഡ്സ് ആണ് ഉള്ളത്: ഇംപ്ലിസിറ്റ് വെയിറ്റ്, എക്സ്പ്ലിസിറ്റ് വെയിറ്റ് ആൻഡ് ഫ്ലുവന്റ് വെയിറ്റ്. അതിൽ ഇംപ്ലിസിറ്റ് വെയിറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇംപ്ലിസിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് ടൈം കൊടുത്തിട്ടുണ്ടാവും, ഇത്ര നേരം വെയിറ്റ് ചെയ്യണം, മാക്സിമം ഇത്ര സമയം ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഒരു 10 സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡ്സ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് അത്രയും ടൈം എലമെന്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് സെലീനിയം വെബ് ഡ്രൈവറിന്റെ ഒന്ന് എക്സിക്യൂഷൻ ഒന്ന് പോസ് ചെയ്ത് നിർത്തുന്ന ആളാണ് നമ്മുടെ ഇംപ്ലിസിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതില് ഇംപ്ലിസിറ്റ് വെയിറ്റിന്റെ ഡിഫോൾട്ട് സെറ്റിംഗ് എന്ന് പറയുന്നത് 0 ആണ്. ചിലപ്പോൾ ഇന്റർവ്യൂലൊക്കെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. ഡിഫോൾട്ട് സെറ്റിംഗ് എത്രയാന്ന് വെച്ചാൽ 0 ആണ്. അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ഒന്നും വെയിറ്റ് ചെയ്യത്തില്ല. 0 എന്ന് പറഞ്ഞാൽ ഒട്ടും വെയിറ്റ് ചെയ്യത്തില്ല. ഡിസേബിൾഡ് എന്നുള്ള മീനിങ് ആണ്, പക്ഷെ അതിന്റെ ഡിഫോൾട്ട് സെറ്റിംഗ് എത്രയാന്ന് വെച്ചാൽ 0 എന്നാണ് ആൻസർ. ഇനി വൺസ് നമ്മളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിലുള്ള നിങ്ങൾ ആ ഒരു സെഷനിൽ നിങ്ങൾ എടുക്കുന്ന എല്ലാ എലമെന്റ്സിനും ഇത് ആപ്ലിക്കബിൾ ആണ്. പിന്നെ ആ സെഷൻ നിങ്ങൾ എപ്പോ ക്ലോസ് ചെയ്യുന്നോ, എപ്പോ അത് ക്വിറ്റ് ചെയ്യുന്നോ, അത്രയും നേരം ഈ ഇംപ്ലിസിറ്റ് വെയിറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഇംപ്ലിസിറ്റ് വെയിറ്റിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. പക്ഷെ ഇത് നിങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് ഒരു ലിങ്ക് എടുത്ത് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ബേസിക് ഇൻഫർമേഷൻ ആണ് അല്ലെ. ഇത്രയും കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഇംപ്ലിസിറ്റ് വെയിറ്റിൽ ആകെ മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ ഇതൊരു വെയിറ്റ് കമാൻഡ് ആണ്. ഇതിൽ എത്രയ്ക്കോ ടൈം കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നേരമൊക്കെ എലമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനെ എന്താ പറയുക, എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആവില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ ഇതിനെക്കുറിച്ച് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇതൊരു Thread.sleep ആയിട്ട് കമ്പയർ ചെയ്ത് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി റോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തോട്ടെ. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു പേജ് നമ്മൾ ലോഡ് ചെയ്യാന്ന് വിചാരിക്കുക. ഒരു ഇ-കോമേഴ്സ് സൈറ്റോ അല്ലെങ്കിൽ നമുക്കൊരു ഒരു യൂസർ ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ക്രിയേഷൻ പേജ് ആണെന്ന് വിചാരിക്കുക. കുറെ ഫീൽഡുകളുള്ള ഒരു പേജ് ആണെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യാം. അതിലെനിക്ക് എല്ലാ എലമെന്റ്സും തന്നെ ഭയങ്കര ഡിലേ ആയിട്ട് ലോഡ് ചെയ്യുന്ന എലമെന്റ്സ് ആണ്. എന്റെ നെറ്റ്വർക്ക് കുറച്ച് സ്ലോ ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് എല്ലാ എലമെന്റ്സും കുറച്ച് ഡിലേ ആവുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫസ്റ്റ് ലൈൻ ഞാൻ വിടുകയാണ്. ഫസ്റ്റ് എലമെന്റിൽ ഇപ്പൊ എനിക്ക് എലമെന്റ് 1 ഞാൻ കൊടുക്കുകയാണ്. ആദ്യത്തെ എലമെന്റ് നെയിം എന്നുള്ള എലമെന്റ്, കസ്റ്റമർ നെയിം ആണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ എലമെന്റ് ലോഡ് ചെയ്യാനായിട്ട് ഒരു 5 സെക്കൻഡ് എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, Thread.sleep എന്ന് പറഞ്ഞിട്ട് മാക്സിമം ഞാനൊരു 10 സെക്കൻഡ്സ് അങ്ങ് എഴുതി കൊടുത്തു. കാര്യം ഇത് മൾട്ടിപ്പിൾ ബ്രൗസറിലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമല്ലോ. ക്രോമിലും എഡ്ജിലും ഫയർഫോക്സിലും ഒക്കെ എക്സിക്യൂട്ട് ആവേണ്ടതാണ്. അപ്പൊ എല്ലാ ബ്രൗസറിനെയും കൂടി അങ്ങോട്ട് നോക്കിയിട്ട് ഞാനൊരു 10 സെക്കൻഡ് അങ്ങ് മാക്സിമം അങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അത് കൊടുത്തു. കാര്യം ഇനി ഫയർഫോക്സിന്റെ സ്പീഡിൽ ബാക്കി വെബ് ബ്രൗസറിൽ ഇത് എലമെന്റുകൾ ലോഡ് ആയില്ലെങ്കിലോ. അപ്പൊ ടോട്ടലി ഞാനൊരു 10 സെക്കൻഡ്സ് കൊടുത്തു. എല്ലാവരെയും കൂടി കൺസിഡർ ചെയ്തിട്ട് അങ്ങ് കൊടുത്തു. അപ്പൊ എലമെന്റ് കഴിഞ്ഞു. അടുത്ത എലമെന്റ് എന്ന് പറയുന്നത് എലമെന്റ് 2 എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അഡ്രസ് എന്നുള്ള ഒരു എലമെന്റ്, ഒരു ടെക്സ്റ്റ് ഏരിയ ആണെന്ന് വിചാരിക്കാം. അതും ലോഡ് ആവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഞാൻ കൊടുത്തു ഒരു Thread.sleep ഒരു 10 സെക്കൻഡ് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ അവിടെ ഒരു 10 സെക്കൻഡ് കൊടുത്തു. ഇനി അടുത്തത് നമ്മുടെ എലമെന്റ് 3 അവരുടെ ഇമെയിൽ അഡ്രസ്സോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ അങ്ങനെ എന്തെങ്കിലും ആണ്. അവിടെയും ഡിലേ ഉണ്ട്. അപ്പൊ അവിടെയും കിടക്കട്ടെ ഒരു 10 സെക്കൻഡ് ഞാൻ കൊടുത്തു. ഓക്കെ, ഇങ്ങനെയുള്ള നമ്മൾ ഇതുവരെ എഴുതിക്കൊണ്ടിരുന്ന കോഡൊക്കെ. അപ്പൊ ഇപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോമില് ഇപ്പൊ ആദ്യം ക്രോമിൽ ഏത് ബ്രൗസർ ആണെങ്കിലും, ഞാൻ ക്രോം എന്ന് പറഞ്ഞേ ഉള്ളൂ, എലമെന്റ് ഇപ്പൊ ആദ്യത്തെ നെയിം എന്ന് പറയുന്ന ആ ഫീൽഡ് ലോഡ് ആയത് ആദ്യത്തെ 2 സെക്കൻഡിനുള്ളിൽ ഇത് ലോഡായി എന്ന് വിചാരിക്കാം. ഓക്കെ, എലമെന്റ് 2 സെക്കൻഡിൽ ലോഡായി. ഇവിടെ ഞാൻ Thread.sleep എന്ന് പറഞ്ഞിട്ട് 10 സെക്കൻഡ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുക. എന്താ സംഭവിക്കുക, 8 സെക്കൻഡുകൾ അവിടെ എനിക്ക് വേസ്റ്റ് ആണ്. ഓക്കെ,
അടുത്തത് ഇനി അഡ്രസ് ഫീൽഡിലേക്ക് വന്നു. അഡ്രസ് ഫീൽഡിലേക്ക് വന്നപ്പോഴും ആദ്യത്തെ 2 സെക്കൻഡിനുള്ളിൽ അഡ്രസ് ഫീൽഡ് ലോഡായി. ഇവിടെയും എനിക്ക് എത്ര പോയി? 8 സെക്കൻഡുകൾ എനിക്ക് പോയി. ഇനി മൂന്നാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഇമെയിൽ ആണ്. അപ്പൊ ഇവര് രണ്ടുപേരും ഈ നെയിമിനും അഡ്രസ്സിനും വേണ്ടി ഓൾറെഡി Thread.sleep ഒക്കെ കൊടുത്തു. പിന്നെ ആ സമയത്ത് നെറ്റ്വർക്ക് ഒക്കെ ഓക്കെ ആയതുകൊണ്ട് ഓൾറെഡി ഇമെയിൽ ലോഡ് ആയിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. സോ 0, അവിടെ ഒന്നും വേണ്ട, ഇമെയിൽ ഓൾറെഡി ലോഡ് ആയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എനിക്ക് എന്ത് പോയി? 10 സെക്കൻഡ്സ് എനിക്ക് അവിടെ വേസ്റ്റ് ആണ്. അപ്പൊ ടോട്ടൽ ഇവിടെ എത്ര സെക്കൻഡുകളാണ് എനിക്ക് പോയെന്ന് നോക്കിയത് നിങ്ങൾ? 26 ആണ് ഇവിടെ ശരിക്കും പോയിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഒരു പേജിൽ നമ്മൾ 1-2 എലമെന്റ്സ് വെച്ചിട്ടുള്ളല്ലോ ഒരു പേജ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നത്. എത്രയോ എലമെന്റ്സ് ഉണ്ടാവും ഒരു പേജിൽ. ചിലപ്പോൾ ഒരു 15 or 13 എലമെന്റ്സ് വരെ എടുത്തിട്ടായിരിക്കും നമ്മളൊരു ടെസ്റ്റ് കേസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഓരോ എലമെന്റ് ലോഡ് ആവാൻ വേണ്ടി ഞാനിങ്ങനെ Thread.sleep-ഉം ഓരോ ബ്രൗസറും കൂടി ആലോചിച്ച് കൊടുത്തു വരുമ്പോൾ ഒരുപാട് സമയം എനിക്ക് അവിടെ നഷ്ടപ്പെടുകയാണ് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും ക്ലയന്റ് ചോദിക്കും, എന്നാ പിന്നെ എനിക്ക് മാനുവൽ ടെസ്റ്റിംഗ് ചെയ്താൽ പോരെ, എന്തിനാ കഷ്ടപ്പെട്ട് നിങ്ങളെ കൊണ്ട് ഓട്ടോമേറ്റ് ചെയ്യിക്കുന്ന, ഈ നേരം ഉണ്ടെങ്കിൽ എനിക്ക് മാനുവൽ ചെയ്യാമായിരുന്നല്ലോ. അപ്പൊ നമുക്ക് അവിടെ ആൻസർ ഇല്ല. ശരിയാണ്, ഒരുപാട് വെറുതെ ഞാനിപ്പോ ഡിലീറ്റ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടോ ചിലപ്പോൾ സ്ലീപ്പ് കമാൻഡ് ഏതെങ്കിലും എലമെന്റ്സിന്റെ ഇടയ്ക്ക് അവിടെയും സ്ലീപ്പ് ഇതുപോലെ ടൈം നമ്മളെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ ഈ സ്ലീപ്പ് കമാൻഡ് കൊണ്ട് ക്ലയന്റ് നോക്കുമ്പോഴൊക്കെ നമ്മള് സ്ക്രീൻ ഇങ്ങനെ അനങ്ങാതിരിക്കുകയാണ്, ഒന്നും സംഭവിക്കുന്നില്ല അല്ലെ. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ വെയിറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനി വെയിറ്റ് കമാൻഡിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഇവിടെ Thread.sleep-ന് പകരം ഞാൻ വെയിറ്റ് കമാൻഡ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഞാനിവിടെ ഇംപ്ലിസിറ്റ് വെയിറ്റ് എന്ന് കൊടുക്കാം. ഇംപ്ലിസിറ്റ് വെയിറ്റ് ഞാനിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ നമുക്ക് ടൈം കൊടുക്കാം. 10 സെക്കൻഡ്സ് അല്ലെങ്കിൽ 20 സെക്കൻഡ്സ് എനിക്ക് മാക്സിമം എനിക്ക് 30 എത്രയെന്ന് വെച്ചാൽ 30യോ എത്രയെന്ന് വെച്ചാൽ മാക്സിമം ടൈം എനിക്ക് എല്ലാ ബ്രൗസറിനെയും കൂടിയൊക്കെ ആലോചിച്ച് കൊടുത്താൽ മതി നിങ്ങൾ. ഇത്രയും നമുക്ക് ഇവിടെ കൊടുക്കാം. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇംപ്ലിസിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്ലീപ്പ് പോലെ ഇങ്ങനെ അനങ്ങാതിരിക്കുന്ന ഒരാളല്ല. ഇംപ്ലിസിറ്റ് വെയിറ്റ് എല്ലാ 500 മില്ലി സെക്കൻഡ്സിലും ഈ എലമെന്റ് പ്രസന്റ് ആണോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഓക്കെ, അതായത് ഈ ഫസ്റ്റത്തെ നമ്മുടെ ഫസ്റ്റത്തെ എലമെന്റ് നെയിം ഫീൽഡിന് ആദ്യത്തെ 0.5 സെക്കൻഡിൽ വന്നിട്ടുണ്ടോ നോക്കും. മാക്സിമം 10 സെക്കൻഡ് വരെയാണ് നോക്കുക. മാക്സിമം ആണ് കേട്ടോ 10 സെക്കൻഡ് എന്ന് പറയുന്നത്. ഇവിടെ ആദ്യത്തെ 0.5 സെക്കൻഡിൽ വന്നിട്ടുണ്ടോ നോക്കും. ആദ്യം വന്നിട്ടില്ല. അപ്പൊ ഫസ്റ്റ് സെക്കൻഡിൽ അത് വന്നിട്ടുണ്ടോ നോക്കും. ഇല്ല. പിന്നെ 1.5 ആ സെക്കൻഡിൽ വന്നിട്ടുണ്ടോ നോക്കും. ഇല്ല. പിന്നെ 2 സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടോ നോക്കും. പിന്നെ 2.5 സെക്കൻഡിൽ വന്നിട്ടുണ്ടോ നോക്കും. മനസ്സിലായോ? അങ്ങനെ ഓരോ സെക്കൻഡിലും, അതായത് 0, നിങ്ങൾ ആ കാൽക്കുലേഷൻ അവിടെ അറിയണം. 500 മില്ലി സെക്കൻഡ്സ്, അതായത് 0.5 സെക്കൻഡ്സ്. ഈ ഒരു ഗ്യാപ്പിൽ മാക്സിമം 10 സെക്കൻഡ് വരെ, അതാണ് അതിന്റെ കണക്ക്. ഓക്കെ, ഓരോ ഗ്യാപ്പിൽ. അപ്പൊ എത്ര ഐട്രേഷൻ ആണ് ഇതിനകത്ത് സംഭവിക്കുക? മാക്സിമം പോയ 20 പ്രാവശ്യമാണ് ഇത് നോക്കുക. എലമെന്റ് വന്നിട്ടുണ്ടോ എന്ന് 20 പ്രാവശ്യം ഇരുന്ന് നോക്കുകയാണ്. അല്ലാതെ നമ്മുടെ സ്ലീപ്പ് കമാൻഡ് പോലെ 10 സെക്കൻഡിൽ ഞാൻ വെറുതെ ഇരിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ആളല്ല. വളരെ ആക്റ്റീവായിട്ട് നോക്കിക്കൊണ്ടേയിരിക്കും. എലമെന്റ് പ്രസന്റ് ആയോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എലമെന്റ് അവിടെ ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ നോക്കുന്ന ആളാണ് നമ്മുടെ ഇംപ്ലിസിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് ഒരു 2.5 സെക്കൻഡ് ആയപ്പോൾ ഈ എലമെന്റ് വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യും? ആ മൊമെന്റിൽ തന്നെ, ആ സെക്കൻഡിൽ തന്നെ കൺട്രോൾ അടുത്ത ലൈനിലേക്ക് അത് പാസ് ചെയ്യും. അല്ലാതെ പിന്നെ അത് വെയിറ്റ് ചെയ്തിരിക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലെ ടൈം പോകുന്നില്ല. നേരത്തെ നമുക്കെന്ന് വെച്ചാൽ നമ്മുടെ സ്ലീപ്പ് കമാൻഡ് യൂസ് ചെയ്തപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന 10 സെക്കൻഡ് സ്ലീപ്പ് വെറുതെ ഇരിക്കും. എലമെന്റ് വന്നോ വന്നില്ല എന്നുള്ളത് എന്റെ വിഷയമല്ല. എന്നോട് 10 സെക്കൻഡ് വെറുതെ ഇരിക്കാൻ പറഞ്ഞു, ഞാൻ 10 സെക്കൻഡും വെറുതെ ഇരിക്കും. അങ്ങനെ ഒരു മൈൻഡാണ്. പക്ഷെ ഇംപ്ലിസിറ്റ് വെയിറ്റ് ഓരോ 500 മില്ലി സെക്കൻഡ്സിലും എലമെന്റ് വന്നു എന്ന് നോക്കിയിട്ട് ആ എലമെന്റ് കിട്ടി എന്ന് വരുന്ന ആ ഒരു സെക്കൻഡിൽ തന്നെ കൺട്രോൾ അടുത്ത ലൈനിലേക്ക് പാസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഒരു സെക്കൻഡ് പോലും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. അതാണ് ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. നിങ്ങൾ വെറുതെ നോക്കുമ്പോൾ ഇപ്പൊ സ്ലീപ്പിലും 10 സെക്കൻഡ്സ് കൊടുത്തു, വെയിറ്റിലും 10 സെക്കൻഡ്സ് കൊടുത്തു, ഇതിപ്പോ എന്താ ഡിഫറൻസ്? രണ്ടും ഒന്ന് തന്നെയല്ലേ എന്ന് തോന്നുള്ളൂ. പക്ഷെ അതിന്റെ ശരിക്കും ഇൻഡെപ്ത് നിങ്ങൾ ആ കാൽക്കുലേഷനും ആ ലോജിക്ക് മനസ്സിലാക്കുമ്പോഴേ നിങ്ങൾക്ക് ഇംപ്ലിസിറ്റ് വെയിറ്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വെയിറ്റിൽ ഇംപ്ലിസിറ്റ് വെയിറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അടുത്തതിൽ ഞാനിവിടെ 10 സെക്കൻഡ്സ് എഴുതി. പക്ഷെ ഇതിന്റെ ആവശ്യമുണ്ടോ? Thread.sleep ആണെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമുണ്ട്. ഇംപ്ലിസിറ്റ് വെയിറ്റ് ആണെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒന്നും എഴുതി കൊടുക്കേണ്ട ഒരു ആവശ്യകതയില്ല. ഇംപ്ലിസിറ്റ് വെയിറ്റിൽ ഞാൻ ഒരു പ്രാവശ്യം എലമെന്റ്സിന്, ഈ 3 എലമെന്റിനും വേണ്ടി ഞാൻ ഒരു വട്ടം എഴുതി കൊടുത്താൽ മതി.
ആ സെഷന്റെ എൻറ്റയർ ഡ്യൂറേഷനിൽ ഈ ഇംപ്ലിസിറ്റ് വെയിറ്റ് ആപ്ലിക്കബിൾ ആവും. അടുത്ത എലമെന്റിന് വേണ്ടിയും അത് ആദ്യത്തെ 5 സെക്കൻഡ്സിൽ 0.5 സെക്കൻഡിൽ നോക്കും, പിന്നെ ഫസ്റ്റ് സെക്കൻഡിൽ വന്നോന്ന് നോക്കും, അത് കഴിഞ്ഞ് 1.5 സെക്കൻഡിൽ അത് നോക്കും. അങ്ങനെ അടുത്ത എലമെന്റിന് വേണ്ടിയും ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. നെക്സ്റ്റ് ഇമെയിലിന് വേണ്ടിയിട്ടും ഇതേ പ്രോസസ്സ്, ഇതേ കാര്യം തന്നെ ഇമെയിലിന് വേണ്ടിയിട്ടും ഇംപ്ലിസിറ്റ് വെയിറ്റ് കണ്ടിന്യൂ ചെയ്യും. ഇതാണ് ഇംപ്ലിസിറ്റ് വെയിറ്റിന്റെ ഫംഗ്ഷൻ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് കോഡിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാന്ന് നോക്കാം. നമ്മുടെ വെയിറ്റ് നമ്മൾ ടൈം ഔട്ടിന്റെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈം ഔട്ട്സ് എന്നുള്ള അതിനകത്ത് നിന്നാണ് നമ്മൾ എടുക്കുന്നതെന്നൊക്കെ. അതുപോലെ തന്നെ കേട്ടോ, സെയിം തന്നെ, വ്യത്യാസമൊന്നുമില്ല. driver.manage.timeouts അതിൽ തന്നെയാണ് ഇംപ്ലിസിറ്റ് വെയിറ്റ് ഉള്ളത്. ഇംപ്ലിസിറ്റ്ലി വെയിറ്റ് എന്നൊരു ഡ്യൂറേഷൻ ഓഫ് സെക്കൻഡ്സ് എന്നും പറഞ്ഞിട്ട് നമുക്ക് എത്ര സെക്കൻഡ് ആണോ മാക്സിമം വെയിറ്റ് ചെയ്യേണ്ടത് അത്രയും സെക്കൻഡ്സ് നമ്മൾ അവിടെ കൊടുക്കുന്നു. ഓക്കെ, പിന്നെ നമുക്ക് എക്ലിപ്സിൽ ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഓൾറെഡി ഈ കോഡ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, കാര്യം ഒരുപാട് വീഡിയോ ലെങ്ത് കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഈ കോഡ് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഓട്ടോമേഷൻ നിങ്ങൾ ചെയ്ത് പരിചയമുള്ളവരാണെങ്കിലാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് നോക്കിയിട്ട് വേണം ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനകത്തൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്നുള്ള മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മുടെ ക്രോം ഡ്രൈവറിന്റെ EXE ഫയൽ ലോഡ് ചെയ്യാനുള്ളത്, അതുപോലെ നമ്മുടെ ക്രോം ഡ്രൈവർ ലോഡ് ചെയ്യുന്ന ആ ഒരു ഇനിഷ്യലൈസ് ചെയ്യുന്ന ഒരു ലൈൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ സോഴ്സ് ഡെമോ എന്നുള്ള പേജാണ് എടുക്കുന്നത്. അതിൽ 3 എലമെന്റ്സിനെയാണ് ഞാനിവിടെ ഇൻസ്പെക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യത്തെ യൂസർ നെയിം എന്നുള്ള എലമെന്റിനെയാണ് ഞാനിവിടെ ഇൻസ്പെക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ പാസ്വേഡ് എന്നുള്ള ഒരു എലമെന്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ബട്ടൺ ക്ലിക്കിലാണ് ഞാൻ ചെയ്യുന്നത്. ഇത്രയും 3 എലമെന്റ്സിനെ തൽക്കാലം ആ പേജിൽ അത്ര ഉള്ള അതിനകത്ത് എടുക്കാനായിട്ട്, പിന്നെ ലോഗോയും അതൊക്കെയുള്ളത്. അപ്പൊ ഞാൻ ബേസിക് ആയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമായതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ വെയിറ്റ് കമാൻഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം എവിടെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന് അറിയോ? driver.get കഴിഞ്ഞിട്ടാണ് നമ്മളിത് കൊടുക്കാറ് യൂഷ്വലി. കാര്യം URL ലോഡ് ചെയ്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് പിന്നെ എലമെന്റ്സിന്റെ ആവശ്യമുള്ളത്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിന് ഇപ്പൊ ഞാൻ കാണിച്ച കമാൻഡ് ടൈപ്പ് ചെയ്യാം, driver.manage.timeouts. നമ്മളെല്ലാം ടൈം ഔട്ട്സ് എന്നാണ് എടുക്കുന്നത് അല്ലെ. പേജിലോട്ട് ടൈം ഔട്ടും സ്ക്രിപ്റ്റ് ടൈം ഔട്ടും എല്ലാം നമ്മൾ ഈ ടൈം ഔട്ട് എന്നുള്ള മെത്തേഡിനുള്ളിൽ നിന്നാണ് നമ്മൾ എടുത്തത്. അതിൽ ഇംപ്ലിസിറ്റ്ലി വെയിറ്റ് എന്നും പറഞ്ഞ് 2 ഫംഗ്ഷൻസ് നിങ്ങൾ കാണും. ഒന്ന് ഇംപ്ലിസിറ്റ്ലി വെയിറ്റ് ഡ്യൂറേഷൻ നിങ്ങൾ കാണും, ഇംപ്ലിസിറ്റ്ലി വെയിറ്റ് ലോങ് ടൈം യൂണിറ്റ് എന്നും പറഞ്ഞു നിങ്ങൾ കാണും. അതിൽ ഈ ലോങ് ടൈം യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഫംഗ്ഷൻ ഡിപ്രിക്കേറ്റഡ് ആണ്. അത് Selenium 3 ഫംഗ്ഷൻ ആണ്. ഓക്കെ, Selenium 4 എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്ന ഫസ്റ്റ് കാണുന്ന ഒരു ഇതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. Selenium 4 നമ്മൾ എടുക്കേണ്ടത് ഈ ഡ്യൂറേഷൻ എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യാം, ഇംപ്ലിസിറ്റ് വെയിറ്റ്, എന്നിട്ട് ഡ്യൂറേഷൻ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യണം. ഡ്യൂറേഷൻ എത്ര ടൈം വെയിറ്റ് ചെയ്യണം എന്നുള്ളത് ഡ്യൂറേഷൻ. ഓക്കെ, അപ്പൊ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ, ഹവേഴ്സ് ആണോ മില്ലി സെക്കൻഡ്സ് ആണോ പിന്നെ മിനിറ്റ്സ് ആണോ എന്നൊക്കെ കാണിക്കും. നമുക്ക് ഇവിടെ സെക്കൻഡ്സ് മതിയല്ല, നമ്മുടെ ആപ്ലിക്കേഷൻ സെക്കൻഡ്സിന്റെ ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ സെക്കൻഡ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അതിൽ എത്ര സെക്കൻഡ് വേണം മാക്സിമം ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഒരു എലമെന്റിന് വേണ്ടി ഒരു മാക്സിമം നമ്മൾ എത്ര ടൈം വെയിറ്റ് ചെയ്യാം എന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മളിവിടെ ഡ്യൂറേഷൻ ഓഫ് സെക്കൻഡ്സ് 20 കൊടുത്തു. ഒരേ ഒരു വട്ടം കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഈ 3 എലമെന്റ്സിനും ഇത് ആപ്ലിക്കബിൾ ആണ്. ഞാനിവിടെ ഇംപ്ലിസിറ്റ് വെയിറ്റ് ഒരു വട്ടം ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന 3 അല്ല, എത്ര എലമെന്റ്സ് നിങ്ങൾ ഇനി ഇതിനകത്ത് എഴുതുന്നോ എല്ലാത്തിനകത്തും ഇംപ്ലിസിറ്റ് വെയിറ്റിന്റെ ഈ കോൺസെപ്റ്റ് ഇത് ആപ്ലിക്കബിൾ ആണ്. എവിടെ വരെ ആപ്ലിക്കബിൾ ആണ്? നിങ്ങളൊരു driver.quitോ driver.closeോ വിളിക്കുന്നത് വരെ, ഈ സെഷൻ ആക്റ്റീവായി ഇരിക്കുന്നത് വരെ ഇത് അതുവരെയുള്ള എല്ലാ എലമെന്റ്സിനും അത് ആപ്ലിക്കബിൾ ആവും. ഓക്കെ, ഈ ഒരു മെത്തേഡ് നിങ്ങൾ വിളിക്കുന്ന ഈ ഒരു വെബ് ഡ്രൈവർ കമാൻഡ് നിങ്ങൾ വിളിക്കുന്നത് വരെ. ഓക്കെ, അപ്പൊ ഞാനത് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് വേറെ ഡിഫറൻസ് ഒന്നും തോന്നില്ല, ഒട്ടും ഡിലേ വരത്തില്ല. Thread.sleep നിർത്തുന്ന പോലത്തെ ഒരു ഡിലേ ഒരിക്കലും എക്സിക്യൂഷനിൽ നമുക്ക് ഉണ്ടാവില്ല ഇംപ്ലിസിറ്റ് വെയിറ്റ് കൊണ്ടിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോഴ്സ് ഡെമോ വന്നു, എക്സിക്യൂഷൻ കഴിഞ്ഞു, അത് പോയി. ഞാൻ ക്വിറ്റ് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാതിരുന്നത്. നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാനത് ക്ലോസ് ചെയ്യാം, കമന്റ് ചെയ്യാം, ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള എക്സിക്യൂഷൻ ആണ്. കാര്യം എലമെന്റ് കിട്ടുകയും ചെയ്തു, വരെയും ചെയ്തു. നമുക്ക് നിങ്ങൾക്ക് ഡിലേ ഉള്ള ഏതെങ്കിലും ഒരു പേജ് എടുത്തിട്ട്, ഇതിനകത്ത് യൂസർ നെയിം പാസ്വേഡ് ഒക്കെ ഞാൻ കൊടുത്തിരിക്കുന്നത് തെറ്റാട്ടോ, അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഡിലേ ഉള്ള ഏതെങ്കിലും ഒരു പേജ് എടുക്കുക, നിങ്ങൾക്ക് ഡിലേ തോന്നുന്ന ഒരു പേജ് എടുത്തിട്ട് അതിൽ ഇംപ്ലിസിറ്റ് വെയിറ്റ് ഇതുപോലെ ടോപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒറ്റ ലൈനേ ഉള്ളൂ, പറയുമ്പോൾ ഒറ്റ ലൈനേ ഉള്ളൂ, പക്ഷെ അത് മനസ്സിലാക്കി എടുക്കുന്ന അതിന്റെ കറക്റ്റ് ഇൻഡെപ്തിൽ ആ
എന്താ അതിന്റെ ഫംഗ്ഷനാലിറ്റി ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഇതിലെ കാര്യം. അല്ലാതെ ഒരുപാട് കോഡിൽ അങ്ങനെ ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല ഇംപ്ലിസിറ്റ് വെയിറ്റ്. ഒരൊറ്റ ലൈനേ ഉള്ളൂ ആകെ. ഒരുപാടൊന്നും നിങ്ങൾ കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്യൊന്നും വേണ്ട. പക്ഷെ ആ കാര്യം മനസ്സിലാക്കിയിരിക്കുക. Thread.sleep കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഇതിനുള്ളത് കൊണ്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുള്ള ഇംപ്ലിസിറ്റ് വെയിറ്റിൻ്റെത്. നെക്സ്റ്റ് നമുക്ക് എക്സ്പ്ലിസിറ്റ് വെയിറ്റ് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.